ഹേ ഗായ്സ് വാട്സാപ്പ്. അപ്പം നമ്മളിന്ന് തിരിച്ചു വന്നിരിക്കുകയാണ് ഫോർട്ട് നൈറ്റിൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ GTA 5 ചെയ്തത്. അപ്പോൾ ഞാനിവിടെ നല്ല ലൂട്ട് എടുക്കുകയാണ്. നമ്മളിപ്പോൾ മൗണ്ട് ഒളിമ്പിക്സിലാണ് വന്നത്. അനോണിമസിനെ നമ്മൾ കൊന്നിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ് എലിമിനേറ്റഡ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ GTA 5 ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ നമ്മൾ ഇതാണ് ചെയ്യുന്നത്, നമ്മുടെ ഫോർട്ട് നൈറ്റ്. അപ്പോൾ ഞാനിവിടെ കുറേ നല്ല സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ലൈക്ക് വിങ്സ് ഓഫ് ഇക്കാറസ്, നല്ല ഗൺസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ചഗ് കുടിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ മൗണ്ട് ഒളിമ്പസിലല്ലേ സ്പോൺ ചെയ്തത്. അപ്പോൾ നമുക്ക് സൂസിനെ ഫൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഒരു ക്വസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും വേറെ സ്ഥലത്തോട്ട് പോകണം. അപ്പം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നമ്പർ 1 വിക്ടറി റോയലാണ്. അവിടെ ഒരാളുണ്ട്. കൊല്ല്. ഓക്കെ, നോക്ക്ഡായി. ഓക്കെ, ചത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വിങ്സ് ഓഫ് ഇക്കാറസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ വിങ്സ് ഓഫ് ഇക്കാറസ് എടുത്തുകൊണ്ട് ഇവിടെ ഹൈയിൽ നിന്ന് ജമ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു സൂപ്പർ പവറാണ്. നമ്മളിത് ഇട്ടുകൊണ്ട് പറക്കൊന്നും വേണ്ട, നമ്മളിത് ഇട്ടുകൊണ്ട് ചാടുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പം പറ്റത്തില്ല. ഇപ്പം ഞാനിവിടുന്ന് പോവാണ്. അങ്ങോട്ട് പോവാന്ന്. വിങ്സ് ഓഫ് ഇക്കാറസ് നമുക്ക് 300 എനർജി പോയിൻറ്റ്സ് ഉണ്ട്. ഇതിന് സ്പെഷ്യൽ അറ്റാക്സും ഉണ്ട് ഈ ഇതിന്. അപ്പോൾ നമ്മളിപ്പോൾ ബ്രോളേഴ്സ് ബാറ്റിൽ ഗ്രൗണ്ട് അങ്ങനെ ഉണ്ട്. അവരാണ് കുറേ പേര് ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഗെയിമിനകത്ത് എത്ര പേരാ, 83 പേരെന്താണൊക്കെ ഉണ്ട്. ഓക്കെ, അത്രയും പേരൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാവരും കൊല്ലണം. നമുക്കിപ്പോൾ ഫുൾ ഷീൽഡ് അല്ല കണ്ടോ, എല്ലാവരും നമുക്ക് ശരിയും കൂടെ ഷീൽഡ് വേണം. ഷീൽഡ് 75 ഷീൽഡ്, 100 ഷീൽഡ്. നമ്മളിവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 80 ഷീൽഡേ ഉള്ളൂ. 100 ഷീൽഡ് വേണം. പക്ഷേ ഹെൽത്ത് നമ്മുടെ 100 ഉണ്ട്. 80 ഷീൽഡ്. അയ്യോ, താഴെ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് ഇച്ചിരി കുറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ സർബറസിൻ്റെ സ്കിന്നിലാണ് ഇരിക്കുന്നത്. നല്ല സ്കിന്നാണിത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമുക്ക് നല്ലൊരു പിക്കാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രോളേഴ്സ് ബാറ്റിൽ ഗ്രൗണ്ട് കുറേ പേര് നമ്മളെ കൊല്ലുന്നുണ്ട്. നമ്മളെ നോ ഷീൽഡ് 20 ഹെൽത്ത് എന്നാണ്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ഷീൽഡിൻ്റെ ഫ്ലോബറി ജഗ് എന്നുണ്ട. ഓക്കെ, എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി, മാഗ്നറ്റ് പോലത്തെ ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ കളിക്കുന്നത് ഫോർട്ട് നൈറ്റ് സീസൺ 5 ആണ്. സീസൺ 5 അപ്ഡേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പോയി. ഇനി നമുക്ക് ക്വസ്റ്റ് എവിടെയായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇവിടെയായിരുന്നു. അല്ല, ഇത് നമ്മുടെ ഇവിടെ വേറെ ഇതാ. വിങ്സ് ഓഫ് ഇക്കാറസ് കുറേ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ചക്സ് കുടിക്കാം. നമുക്ക് ഫുൾ ഹെൽത്തും ഫുൾ ഷീൽഡും ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വേറെ സർബസ്, നമ്മുടെ ഇവിടെ വേറെ സർബസ്. ഓക്കെ, അതിനെ കൂടെ കൊന്നു കളയാം. ഇവിടെ ഒരു സർബസ് മതി. ഓക്കെ, അപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ അവിടെ ഒരു തണ്ടർ ബോൾട്ട് ഓഫ് സൂസ് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വേണ്ട, കാരണം എനിക്ക് ഓൾറെഡി നല്ല ഗൺസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും നമ്മൾ ബ്രോളേഴ്സ് ബാറ്റിൽ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ വേറൊരു സർവേഴ്സും അവിടെ ഉണ്ട്. ഓക്കെ, എനിക്ക് അറിയത്തില്ല ഈ ബ്രോളേഴ്സ് ബാറ്റിൽ ഗ്രൗണ്ടിനകത്തെ ലാൻഡ് മൊത്തം ഇങ്ങനെ ഈ കളറായിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, അതിലേക്ക് കൊന്നു. ഓക്കെ, അയാളുടെ കയ്യിലും ഉണ്ട് തണ്ടർ ബോൾട്ട് ഓഫ് സൂസ്. എല്ലാവരുടെ കയ്യിലും തണ്ടർ ബോൾട്ട് ഓഫ് സൂസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മെഡ്കിറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 5 ഷീൽഡാണ്. പക്ഷേ ഫുൾ ഹെൽത്താണ്. പിന്നെ ഇപ്പോൾ നമ്മൾ 100 ഹെൽത്ത് തീർന്നു. അപ്പോൾ നമുക്ക് നോക്ക് ഡൗൺ 100 ഹെൽത്ത് തീർന്നു കഴിഞ്ഞാൽ നോക്ക് ഡൗൺ. അത് നോക്ക് ഡൗൺമ്പോൾ നമുക്കൊരു 100 പോയിൻറ്റ്സ് വേറെയും ഉണ്ട്. 100 പോയിൻറ്റ്സ് വേറെ എന്ന് പറയുന്നത് ആ 100 ഹെൽത്ത് ഒന്നൊന്നായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മൾ രക്ഷിക്കണം. ലൈക്ക് ആരെങ്കിലും നമ്മൾ റിവൈവ് ചെയ്യണം. അതിനാൽ നമ്മൾ ഡുവോസ് കളിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ കളിക്കുന്നത് സോളോയാണ്, ഒരാൾ വെച്ച് കളിക്കുന്നതാണ്. ഡുവോസും ട്രയൽസൊക്കെ കളിക്കുകയാണെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നോക്ക്ഡായി പോയാൽ. അല്ലെങ്കിലേ ഇപ്പം നമ്മുടെ അതെ കിട്ടി. ഇത് നമ്മളിപ്പോൾ സൂസിൻ്റെ ആൾക്കാരെ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് അതിനൊന്നും എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൂസിൻ്റെ മിനിയൻസ് വന്നു. ഓക്കെ, എലിമിനേറ്റഡ് മിനിയൻ. ഓക്കെ,
എൻ്റെ കയ്യിലുള്ള നല്ലൊരു ഗണ്ണാണ്. കൊല്ലാൻ പറ്റുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ ഇവിടെ ഈ സ്റ്റാച്ചു എല്ലാമൊക്കെ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതെ, ഒരെണ്ണം നമ്മുടെ സൈഡിൽ തന്നെ സ്പോണായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മിനി പോർഷൻ കുടിച്ചു, മിനീസ് കുടിച്ചു. ഈ ഗണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ക്ലോസപ്പ് വ്യൂ ഉള്ളത്. ഈ നല്ലൊരു ബ്ലൂ കളറിൻ്റെ ഒരിത് ക്ലോസപ്പ്, അത് നല്ലതാണ്. അപ്പോൾ അവിടെ ആരാ? അത് മിനിയാണ്. സൂസ് എവിടെ പോയി? സൂസിനെ കാണുന്നില്ല. സൂസ് ഓടിപ്പോയി കാണും. അപ്പോൾ സൂസ് എന്ത് ചെയ്യേ? സൂസിനെ കണ്ടിട്ട് അതിനിട്ടാണ് അപ്പോൾ നമ്മൾ ശരിക്കും കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിങ്ങനെ മീൻസിനെ സ്പോൺ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതേ കിടന്നു സൂസ്, ഗോഡ് ഓഫ് വാർ. ഈ സൂസിനെ കാണാനായിട്ട് നല്ല രസമാണ്. ഓക്കെ, പക്ഷേ സൂസ് നല്ല പവർഫുള്ളാണ്. കാരണം ഉണ്ടല്ലോ ഈ ഓക്കെ, എലിമിനേറ്റ് ഈ സൂസ് ഉണ്ടല്ലോ നമ്മളെയും കൊല്ലും. പിന്നെ അല്ല എങ്ങനെ നമ്മളെ എങ്ങനെ കൊല്ലുന്നതെന്ന് അറിയാമോ? അതിന് കുറേ പവേഴ്സ് ഉണ്ട്. ചിലപ്പോൾ സമയത്ത് നമ്മൾ തണ്ടർ ബോൾട്ട് സൂസ് എടുത്തിട്ടുണ്ടല്ലോ, സൂസ് നമ്മളെ ഇങ്ങനെ ചാടി നമ്മുടെ അടുത്തോട്ട് വരും. അപ്പോൾ അത് ഭയങ്കര പാടാണ് നമ്മൾ ഓടാനായിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് എടുക്കും. പിന്നെ സൂസിന് നല്ലൊരു ഗണ്ണുണ്ട്, അത് നല്ല ട്രിപ്പിൾ ഷോട്ട് അടിക്കുന്ന ഒരു ഗണ്ണാണ്, നല്ല ഗണ്ണാണ്. ഈഗിളായ റീപ്പർ സൈപ്പർ റൈഫിൾ എനിക്ക് ഗൺ ഭയങ്കര ഇഷ്ടമാണ്. സിംഗിൾ ഷോട്ട് അടിക്കുന്ന ഒരു ഗണ്ണാണ് ഈഗിളായ റീപ്പർ സൈപ്പർ റൈഫിൾ. ഓക്കെ, സൂസ് കുറേ ഗൺ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റോർമൈസ് ഷ്രിങ്ക് ആവുന്നു. അപ്പോൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോർമിൻ്റെ അയക്കകത്താണെങ്കിൽ നമുക്ക് ഡാമേജ് അടിക്കും. കണ്ടോ നമ്മൾ ഡാമേജ് അടിക്കുന്നുണ്ടോ? നമ്മൾ ഈ സ്റ്റോമിലായിരിക്കരുത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. യുവർ ലൊക്കേഷൻ ഏരിയ ഇസ് എക്സ്പോസ്ഡ്. അത് നമ്മൾ ഏതൊരു ബോസിനെയും നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഏരിയ എക്സ്പോസ് ആവും. അപ്പോൾ ഇതുണ്ടോ, ഈ നമ്മൾ സ്റ്റോമിനകത്തായിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് ഇച്ചിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ, നമ്മൾ എത്ര എടുത്താലും നമ്മുടെ ഹെൽത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റോമിൻ്റെ അകത്തായിരിക്കണം, നമുക്ക് സർക്കിളിലോട്ട് എങ്ങനെയെങ്കിലും കിടക്കണം. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത്രയും ലൂട്ട് അവിടെ കിടക്കാമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകാത്തത്. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ സർക്കിളിൻ്റെ അകത്താണ്. നമ്മളിപ്പോൾ എവിടെയാണ്? ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, നമ്മൾ ബ്രോളേഴ്സ് ബാറ്റിൽ ഗ്രൗണ്ടിനകത്ത് മൊത്തവും ആ സ്റ്റോം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പോൾ നമ്മൾ മൗണ്ട് ഒളിമ്പസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ സ്കിൻ നല്ല രസമുണ്ട് കാണാനുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചു നമ്മളെ കൊല്ലുമെന്ന്. കാരണം അയാളിൽ തണ്ടർ ബോൾട്ട് ഓഫ് സൂസ് ഉണ്ടായിരുന്നു. ആ തണ്ടർ ബോൾട്ട് ഓഫ് സൂസ് സിംഗിൾ ഷോട്ട് അടിക്കുന്നതാണ്. നമ്മുടെ ദേഹത്തോട്ട് എന്തെങ്കിലും അതിൻ്റെ ഇച്ചിരി കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചാവും. അയാളുടെ കയ്യിൽ എന്നാ ഉള്ളത്? അയാളുടെ കയ്യിൽ എന്താണെന്ന് തോന്നുന്നത്. ഓക്കെ, അയാളെ കൊല്ല് ബിൽഡ്. ഓക്കെ, ബിൽഡ് ചെയ്യുകയാണ്. അത് അയാൾ പിന്നെയും വന്നു. അയാളത് സാധനമാണ്. അയാളെൻ്റെ മൊത്തം ബിൽഡും തകർത്ത് കളഞ്ഞല്ലോ. ഇപ്പോൾ ചിലവരൊക്കെ പറയുന്നത് ഈ ബിൽഡിംഗ് സ്ട്രക്ചർ തകർക്കാനായിട്ട് ഈ കോമൺ ഗ്രനേഡാണ് ഏറ്റവും നല്ലതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഈ എല്ലാം നന്നായിട്ട് ചെയ്യും, പക്ഷേ ചിലതിന് ഇച്ചിരി കൂടി ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ പേരൊക്കെ കൊന്നിട്ടുണ്ട്. എത്ര പേരെ കൊണ്ടെന്ന് ചോദിച്ചാൽ 8 പേരെ കൊന്നിട്ടുണ്ട്. ഓക്കെ, 8 പേരല്ല, 8 പേരെ കൊന്നിട്ടുണ്ട്. 8 നമ്മളിപ്പോൾ 8 പേരെ കൊന്നിട്ടുള്ളൂ. ഇനിയും 54 ആൾക്കാരും കൂടെ ലെഫ്റ്റ്. ഇത്ര ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബാറ്റിൽ ബസ്സിൽ നിന്ന് സ്പോൺ ചെയ്തതൊന്നും ഞാൻ എടുത്തില്ല, അതിന് വേറൊരു വീഡിയോയിൽ ഞാൻ എടുക്കാം. ഓക്കെ, ബാറ്റിൽ ബസ്സിനകത്തുനിന്ന് സ്പോൺ ആകുമ്പോഴുണ്ടല്ലോ 100 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഹാഫ് വേ ആയി. ടോപ്പ് 50 ആയാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കിവിടെ കയറാൻ പറ്റുന്നത്. ഓക്കെ, കയറി ഇവിടെ ഒരു ലെജൻഡറി ചെസ്റ്റ് ഉണ്ട്. ഓക്കെ, ചക്ക് ജഗ് ഷീൽഡ് പോഷൻ. ഓക്കെ, നമ്മളിപ്പോൾ സ്റ്റോം ഇപ്പോഴും നമ്മുടെ അടുത്താണല്ലോ. ഓക്കെ ഗായ്സ്, സ്റ്റോം എന്ന് പറയുന്നത് ഈ ബ്ലൂ സർക്കിളാണ്. ഈ നമ്മുടെ മേളിലൊരു മാപ്പില്ലേ, അപ്പോൾ ഈ മാപ്പ് ഈ പിങ്ക് സാധനം കണ്ടോ മാപ്പിനകത്ത്, അതാണ് നമ്മുടെ സ്റ്റോം.
അപ്പോൾ നമ്മൾ മേലെ എഴുതി കാണിച്ചു 1 minute 23 seconds സ്റ്റോമായി ഷ്രിങ്ക് ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ സർക്കിളിനകത്തോട്ട് കയറണം. സർക്കിളിനകത്തോട്ട് കയറി കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്റ്റോമായി കൊള്ളത്തില്ല. അപ്പോൾ ഉണ്ടല്ലോ ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഇപ്പോഴും മൗണ്ട് ഒളിമ്പസ് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയും പോകാം. ഓക്കെ, ഈ ടേബിൾ നല്ല ഗൺസൊക്കെ ആണല്ലോ. ഓക്കെ, ഗോൾഡ്, ബുള്ളറ്റ്സ് ഇതൊക്കെ കിട്ടി. ഇനി നമുക്ക് ലൈബ്രറി, ഓഫീസ്, ഇതെന്തുവാ? ഓ, നല്ല രസമുണ്ട്. വിങ്സ് ഓഫ് ഇക്കാരസ്, പുതിയ വിങ്സ് ഓഫ് ഇക്കാരസ് കിട്ടി. ഓക്കെ, ഫാസ്റ്റ്. എനിക്ക് നല്ല സ്റ്റാമിന ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനിയും നമുക്ക് കുറേ നല്ല മെറ്റീരിയൽസ് വേണം. മെറ്റീരിയൽസ് എനിക്ക് 500 ബ്രിക്സേ ഉള്ളൂ. പിന്നെ 1633 ഗോൾഡ് ഉണ്ട്. നല്ലതാണ്. ഈ വിങ്സ് ഓഫ് ഇക്കാരസിന് നല്ല ഇതാണ്, കൂൾ ഡൗണാണ്. അതെനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടമില്ല. 5 സെക്കൻഡ് കൂൾ ഡൗൺ. ഓ, അത് സോമസിക്കാവുന്നു. ഓടോടോടോടോടോട് നമ്മുടെ മേളിൽ സ്റ്റോമസ്. യു ആർ ഇൻ ദ സ്റ്റോം. ഓടോടോടോടോട്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഹെൽത്തോടെ ബാക്കിയുള്ളൂ. ഓടോടോട്. ഇച്ചിരി ഹെൽത്തോടെ ഉള്ളൂ ഗൈസ്. ബിൽഡ് ചെയ്യാതെ ഓട്. ഓക്കെ. ഓ, നമുക്ക് സ്റ്റോമയിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അയാളാരാ? ഓക്കെ, അതെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഭയങ്കര പാടായിരുന്നു. എന്താ പാടായിരുന്നു അറിയാമോ? സ്റ്റോമിനകത്തുനിന്ന് രക്ഷപ്പെടുന്ന ഭയങ്കര പാടാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ ആരാണ്ട് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ഹൗസ്. ഹൗസിൽ നിന്ന് വീണു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും ഫ്രണ്ടിലോട്ട് പോകാം. മൗണ്ട് ഒളിമ്പസും ഓൾമോസ്റ്റ് കവർ ആവാറായി. ഇനി നമ്മൾ എവിടെയാണ് പോകുന്നത്? ഓക്കെ, എൻ്റെ ലെവൽ മേളിൽ എഴുതി കാണിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല. പിന്നെ എവിടെ എൻഡഡ് ചെയ്തത് അറിയത്തില്ല. ഓക്കെ, ലെജൻഡറി ചെസ്റ്റ്. ഓക്കെ, ഫ്ലവർബെറി പോഷൻ, ഫ്ലവർബെറി ഫ്രിസ്. ഓക്കെ, ഇത് നമുക്ക് ഒരു സേഫ് സ്ഥലത്ത് ചെന്നിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഗൈസ്, അതിനെന്ന് എനിക്കറിയത്തില്ല. അത് എന്താണ്ടായിരുന്നു, ഇൻസ്റ്റാ ഷോപ്പിൻ്റെ എന്താണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ കുറേ സാധനമുണ്ട്. നമുക്കിപ്പോഴും ഫ്ലവർബെറി ഫ്രിസ് ഇപ്പോഴും ഇരിപ്പില്ല. ഓക്കെ, നമുക്ക് വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. മെഡിക്കിറ്റ് ഉണ്ട്. ഫുൾ ഹെൽത്ത്. ഓക്കെ, ഫുൾ ഹെൽത്ത് എല്ലാം നമ്മുടെ ഫുൾ ഹെൽത്ത് ഫുൾ ഷീൽഡുമാണ്. നമുക്ക് എങ്ങനെയെങ്കിലും ആ നമ്പർ 1 വിക്ടറി റോയൽ കിട്ടണം. ഓ, ഭയങ്കര ഹൈ ആയിരുന്നു. ഓക്കെ, ഫാസ്റ്റ് ഓട്. ഇപ്പോൾ എത്ര ആൾക്കാരും കൂടെ ഉണ്ട്? ക്ലിയർ ആവുന്നില്ല. 13 or 12 വന്നിട്ടുണ്ട്. 12 പീപ്പിൾ ലെഫ്റ്റ്. നമുക്ക് 10 പേരെ കൊന്നിട്ടുണ്ട്. 12 പീപ്പിൾ ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ നല്ല രസമായി ഈ മാപ്പ് കാണാനായിട്ട്. കുറേ സ്ഥലങ്ങളുണ്ട് ഈ മാപ്പിനകത്ത്. അപ്പോൾ നമ്മൾ ലാൻഡ് മാർക്ക് എന്ന് പറയും, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ലാൻഡ് മാർക്കിൻ്റെ പേര് ഹേസി ഹിൽ സൈഡ് ടണൽ എന്നായിരുന്നു. ടണൽ. ഓക്കെ, പോവാം. ഓക്കെ, നമ്മളിപ്പോൾ റെക്ലെസ് റെയിൽവേ. ഇവിടെയും ഈ റെക്ലെസ് റെയിൽവേയും ഫ്ലഷ് ടൗണും എന്താണ് പറയുന്നത്, പിസ്സ പ്ലാസയും പിന്നെ റീസ്റ്റോർഡ് റെയിൽവേയുമാണ്. റീസ്റ്റോർഡ് റീൽസുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങൾ. പിന്നെ ഫെൻസിങ് ഫീൽഡ്സും ഇഷ്ടമാണ്. ഫെൻസിങ് ഫീൽഡ്സ് ഈ ഗെയിമിനകത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ആയിരിക്കണം. ഓക്കെ, ഫെൻസിങ് ഫീൽഡ്സിനകത്താണ് നമ്മുടെ ഈ സർബറസിൻ്റെ ആ ബോസ് ഉള്ളത്. ഓക്കെ, കൊല്ല്. ഓക്കെ, കൊന്നില്ല. അയാൾ നമ്മൾ ഷൂട്ട് ചെയ്താൽ നോക്കണം. അയാൾ പോയി. അപ്പോൾ ഓടിക്കൂ. ആൾ വേണം. കിട്ടി. ആളുകൾ നല്ല ലെജൻഡറി കണ്ടുണ്ട് അയാളുടെ. ഏതാണത്? ഈ SMGs നല്ല ഗൺസാണ് ഗൈസ്. പക്ഷേ എനിക്ക് അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയത്തില്ല. SMGയുടെ അതേ ഒരു റീബൂട്ട് ഗൺ. ഓക്കെ, അയാളാരാ? ഓക്കെ, അയാളാരാന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അയാളെ കൊന്നിട്ടുണ്ട്. അയാളുടെ കയ്യിൽ കുറേ ലൂട്ടുണ്ട്. അടിച്ചു മാറ്റും. ഓക്കെ, പോ. ഓക്കെ, നല്ല ബിൽഡിങ്ങാണ്. ഓക്കെ, ഇതാണ്
ഇത് നമ്മൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിത് നടക്കരുത്, അല്ലെങ്കിൽ എല്ലായിടത്തും ഇത് വീഴും, നമുക്ക് മാത്രം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഫൗണ്ടൻ നല്ല രസമുണ്ട്. നമ്മൾ ഈ രാവിലെ ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലതായിരുന്നു. ഓക്കെ, നടക്കരുത്, അറിയാതെ ഞാൻ കീ പ്രസ് ചെയ്യുക. ഓക്കെ, കൊല്ലി പ്രസ് ചെയ്തില്ല, ആൾ ബിൽഡ് ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ ഈ ആൾക്കാർ ബിൽഡ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, അയാൾ ഈ ഗെയിമിനകത്ത് സ്മാർട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ബിൽഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗെയിംസിനെ നല്ല ആളാണ്. എനിക്ക് ഇത് കിട്ടിയത് എങ്ങനെയാണെന്ന്, ഈ സ്കിൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ കുറേ വിക്ടറി റോയൽസ് ഒക്കെ ജയിച്ചതാണ്. പക്ഷേ ഇപ്പോഴല്ലേ ഞാൻ ഈ ചാനൽ തുടങ്ങിയത്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് ഇട്ട് നോക്കിയതാണ്. ഓക്കെ, അപ്പോൾ എത്ര കൊണ്ട് ഇപ്പോഴും 12 പേപ്പർ ഉണ്ട്. ഇപ്പോഴും ഇപ്പോഴും ഇതൊക്കെ തന്നെയാണ്, സെയിം സാധനം തന്നെയാണ്. അതെ, ഫ്ലവർ ബോഡി ഫ്രിഡ്ജ് ഇത് നല്ല സാധനമാണ്. നമുക്ക് കുറേ ഇത് ഷീൽഡ് കിട്ടും. ഓ പിന്നെ സ്റ്റോമിൻ്റെ അടുത്തായോ, പക്ഷേ ഇത്തവണ സ്റ്റോമിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇച്ചിരി പാടാം. ഓ യെസ്, നമ്മൾ എന്നാ യൂസ് ചെയ്തത്, നമ്മുടെ കയ്യിൽ ഏറ്റവും നല്ല സംഭവം ഉണ്ടായിരുന്നു. എന്നായിരുന്നു? ഓക്കെ, എനിക്കറിയത്തില്ല എങ്ങനെയാണ് നമ്മൾ അത്രയും ഫാസ്റ്റായിട്ട് പോയത്, പക്ഷേ ഞാൻ ഏതാണ്ട് സാധനം പ്രസ് ചെയ്തതും അത് വന്നതും. ഓക്കെ, കൊല്ലു. ഓക്കെ, നോക്ക്ഡായി. ഇപ്പോൾ നമ്മൾ ഒരാളിനെ നോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഹെൽത്ത് മെല്ലെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആൾ ചത്തോളും. അതുകൊണ്ട് നമ്മളിപ്പോൾ നോക്ക്ഡ് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ബുള്ളറ്റ് വേസ്റ്റ് ചെയ്ത് അയാളെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ആവശ്യമൊന്നുമില്ല. അതിലിപ്പോൾ ഇപ്പോൾ നമ്മൾ ഡുവോസ് കളിക്കുകയാണെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം, കാരണം അയാളുടെ ഫ്രണ്ട് വന്നിട്ട് അയാളെ രക്ഷപ്പെടും. അപ്പോൾ ഈ സോളോസും ഡുവോസും ട്രയോസും സ്ക്വാഡും ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വേണം. നല്ലത്, ഏറ്റവും നല്ലതെന്നൊക്കെ പറയുന്നത് ഇതാണ് ഈ ഡുവോ. കാരണം ഈ ഡുവോസ് കളിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് നമ്മൾ റിവൈവ് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും 13 ആൾക്കാർ തന്നെയാണ്. 13 ആണ് 12 വേണം, അത്രയും കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്റ്റിൽ നമ്മൾ അത്രയും തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ കാർ നമ്മൾ സൂപ്പർ കാർ ഇട്ടിട്ടുണ്ട് ഗൈസ്, കളർ ചേഞ്ചിങ് RGB കാർ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാർസൊക്കെ ഡ്രൈവ് ചെയ്യാം ഈ ഫോർട്ട്നൈറ്റിൽ. അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ നോ ഹെൽത്തും ലോ ഷീൽഡുമാണ്. അപ്പോൾ ഗൈസ് ഓക്കെ, നമ്മളിപ്പോൾ ഒരു സർക്കിളിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് സൂപ്പർ കാർ. ഓക്കെ, വാ, എടുത്തു. ഓക്കെ, നമ്മുടെ സ്റ്റോമായി ഷ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ സ്റ്റോമിനകത്ത് കയറിയിട്ടില്ല. സ്റ്റോമിനകത്ത് നമുക്ക് കയറണം. സ്റ്റോം കയറി. ഓട്ട്. സ്റ്റോം തീർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റോമിൻ്റെ കളി. നമ്മുടെ കയ്യിൽ കുറേ ഗൺസ് ഉണ്ട്. സ്മോൾ ഷീൽഡ് പോർഷൻ നല്ല ഗണ്ണാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്പർ 1 വിക്ടറി റോയൽ നമുക്ക് വേണം ഗൈസ്. അപ്പോൾ ഗൈസ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ 3, 2, 1 നമ്പർ 1 വിക്ടറി റോയൽ.